ഉരുളയ്ക്കുപ്പേരി. പഴനി ആ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു കുശവനായിരുന്നു. അയാൾ തൻ്റെ മകൻ്റെ കല്യാണം വളരെ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു. കല്യാണ ദിവസം പഴനി ഒരു ആനയെ വരുത്തി. മകനെയും മരുമകളെയും അതിൻ്റെ മുകളിൽ കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങിയതും ആന ചിഹ്നം വിളിയോടെ മറിഞ്ഞു വീണു. കൈകാലിട്ടടിച്ച് അത് ചരിയുകയും ചെയ്തു. വിവരമറിഞ്ഞ് ആനയുടെ ഉടമ അബ്ദുള്ള ഓടിയെത്തി ഉറക്കെ കരയാൻ തുടങ്ങി. വിഷമിക്കേണ്ട, നിങ്ങളുടെ ആനയുടെ വില ഞാൻ തരാം, പഴനി അബ്ദുള്ളയെ ആശ്വസിപ്പിച്ചു. എനിക്കതിൻ്റെ വില വേണ്ട, ഈ ആനയെ തന്നെ വേണം, അബ്ദുള്ള കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പഴനി നെട്ടിപ്പോയി. ചത്തുപോയ ആനയെ എങ്ങനെ ഞാൻ തരും? പഴനി ചോദിച്ചു. അതൊന്നും എനിക്കറിയണ്ട, നിങ്ങൾക്ക് വാടകയ്ക്ക് തന്ന ആനയെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം. അബ്ദുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തർക്കം മൂത്തു. പ്രശ്നം ന്യായാധിപൻ്റെ മുന്നിലെത്തി. എനിക്കെൻ്റെ ആനയെ തന്നെ കിട്ടണം. അബ്ദുള്ള തൻ്റെ ആവശ്യത്തിൽ നിന്ന് കടുകിട മാറിയില്ല. ന്യായാധിപനും ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ പിടിവാശിക്കാരനെ എങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കും? ന്യായാധിപൻ തലപുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ ന്യായാധിപന് ഒരു ബുദ്ധി തോന്നി. പഴനിയെ അരികെ വിളിച്ചിട്ട് രഹസ്യമായി ചില നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു, വിചാരണ നാളെ രാവിലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അടുത്ത ദിവസം പഴനി കോടതിയിൽ ഹാജരായില്ല. പകരം അയാൾ തൻ്റെ വീടിൻ്റെ വാതിൽ അകത്തുനിന്ന് അടച്ച് അതിൻ്റെ പിറകിൽ മച്ചുമുട്ടെ കലങ്ങൾ അടുക്കി വെച്ച് മുറിക്കകത്തിരുന്നു. അബ്ദുള്ള രാവിലെ തന്നെ കോടതിയിൽ ഹാജരായി. എവിടെ പഴനി? ന്യായാധിപൻ ചോദിച്ചു. വന്നിട്ടില്ല, അബ്ദുള്ള പറഞ്ഞു. വേഗം ചെന്ന് കൂട്ടിക്കൊണ്ടുവരൂ, ന്യായാധിപൻ കൽപ്പിച്ചു. തനിക്ക് അനുകൂലമായി ഇപ്പോൾ വിധി ഉണ്ടാകുമെന്ന് കരുതി അബ്ദുള്ള പഴനിയുടെ വീട്ടിലേക്ക് ഓടി. പഴനി വാതിലടച്ച് ഉള്ളിലിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. എടാ പഴനി, വാതിൽ തുറക്കടാ. അബ്ദുള്ള ഓടിച്ചെന്ന് വാതിലിൽ ആഞ്ഞു ചവിട്ടി. വാതിൽ മലർക്കെ തുറന്നു. അതിൻ്റെ പിറകിൽ അടുക്കി വെച്ചിരുന്ന കലങ്ങൾ മുഴുവൻ നിലത്ത് വീണു തകർന്നു. അയ്യോ, എൻ്റെ അപ്പന്മാർ ഉപയോഗിച്ചിരുന്ന കല മുഴുവനും പൊട്ടിച്ചേ. പഴനി ഉറക്കെ കരയാൻ തുടങ്ങി. അബ്ദുള്ള ആകെ വിഷമത്തിലായി. വിഷമിക്കേണ്ട, ഞാൻ തനിക്ക് ഇതിൻ്റെ പണം തരാം, അബ്ദുള്ള അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് പണം വേണ്ട, എൻ്റെ പഴയ മൺപാത്രങ്ങൾ തന്നെ വേണം. പഴനി തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. തർക്കം ന്യായാധിപൻ്റെ മുമ്പിലെത്തി. പ്രഭു, ഞാൻ സൂക്ഷിച്ചിരുന്ന പുരാതന പാത്രങ്ങൾ മുഴുവൻ ഇയാൾ നശിപ്പിച്ചു. എനിക്കവ തിരിച്ചു നൽകാൻ കൽപ്പനയുണ്ടാകണം, പഴനി ന്യായാധിപനോട് അപേക്ഷിച്ചു. നിങ്ങൾ നശിപ്പിച്ച മൺപാത്രങ്ങൾ ഉടനെ അതുപോലെ തിരിച്ച് പഴനിക്ക് നൽകണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആനയെയും മടക്കി കിട്ടും, ന്യായാധിപൻ അബ്ദുള്ളയോട് പറഞ്ഞു. പൊട്ടിപ്പോയ മൺകലങ്ങൾ എങ്ങനെ പഴയതുപോലെയാക്കും? അബ്ദുള്ള ധർമ്മസങ്കടത്തിലായി. അപ്പോഴാണ് അയാൾക്ക് തൻ്റെ പിടിവാശി മൂലം ഉണ്ടായ അബദ്ധം മനസ്സിലായത്. എൻ്റെ ആനയുടെ നഷ്ടം ഞാൻ സഹിക്കാം, പഴനിയും അതുപോലെ സഹിക്കാൻ സന്മനസ് കാണിക്കണം, അബ്ദുള്ള പഴനിയോട് അപേക്ഷിച്ചു. പഴനി സന്തോഷത്തോടെ സമ്മതിച്ചു. തൻ്റെ വിദ്യ ബലിച്ചതിൽ ന്യായാധിപനും സന്തോഷമായി. ബുദ്ധിശൂന്യമായ പിടിവാശി മൂലം ആനയുടെ വില നഷ്ടമായത് മാത്രം അബ്ദുള്ളയ്ക്ക് മിച്ചം.